ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എഗെയിൻ 2024 കീം പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളാണ്. കെമിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് 2 ചാപ്റ്ററാണ് നമ്മൾ ഈ യൂണിറ്റ് ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് കൈനറ്റിക്സ്, കെമിക്കൽ കൈനറ്റിക്സ് എന്ന പാഠത്തിലെ ചോദ്യങ്ങൾ, അതുപോലെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന പാഠത്തിലെ ചോദ്യങ്ങൾ. ഈ 2 ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, 5 എൻജിനീയറിംഗ് പേപ്പറും ഒരു ഫാർമസിയുടെ 6 പേപ്പറുകളിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ 2024 കീമിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടും. നോക്കാം. റൈറ്റ്, ഒന്നാമത്തെ ചോദ്യം. The following results were obtained in gas phase reaction between nitric oxide and oxygen. അപ്പോൾ നൈട്രിക് ഓക്സൈഡ് ഓക്സിജൻ്റെ റിയാക്ഷനാണ് ഡീൽ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് നൈട്രിക് ഓക്സൈഡ്, ദിസ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് ഇനീഷ്യൽ റേറ്റ് ഫോർമേഷൻ ഓഫ് NO2. ഇതാണ് ചർച്ച ചെയ്യുന്നത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ ടോട്ടൽ ഓർഡർ ആൻഡ് ഓർഡർ ഇൻ O2 ഓഫ് ദ റിയാക്ഷൻ റെസ്പെക്റ്റീവ്ലി. ടോട്ടൽ ഓർഡറും O2വിൻ്റെ ഓർഡറും ഇതിൻ്റെ ഓർഡറും ആണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ കൈനറ്റിക്സ് കണ്ടുപിടിക്കണം അല്ലേ? എങ്ങനെയാണ് കൈനറ്റിക്സ് കണ്ടുപിടിക്കുക? മക്കളെല്ലാവരും ചെയ്തത് ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. R = K × NO⁻x × O2⁻y. ഇതാണ് കൈനറ്റിക്സ് ഇക്വേഷൻ അല്ലേ? അതിൽ എക്സും വൈയും നമ്മൾ കണ്ടുപിടിക്കണം. എക്സും വൈയും കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ശരിക്കും പറഞ്ഞാൽ നമുക്ക് ട്രഡീഷണലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഇക്വേഷൻ നമുക്ക് ഫോർമാറ്റ് ചെയ്യാം. 0.096 = K × 0.3⁻x × 0.3⁻y ഇക്വേഷൻ 1. അടുത്തത് 0.384 = K × 0.6⁻x × 0.3⁻y ഇക്വേഷൻ 2. അടുത്തത് 0.192 = K × 0.3⁻x × 0.6⁻y ഇക്വേഷൻ 3. ഈ 3 ഇക്വേഷൻ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് എക്സും വൈയും കണ്ടുപിടിക്കാം. നമുക്ക് ആൻസർ റിപ്പോർട്ട് ചെയ്യാം. എങ്ങനെയാ? സപ്പോസ് യു ആർ ഡിവൈഡിങ് ഇക്വേഷൻ 1/2. ഇക്വേഷൻ 1/2 ചെയ്ത് കഴിഞ്ഞാൽ നോക്കടാ, ഇത് ക്യാൻസലാവും. നിങ്ങൾക്ക് എക്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. ദാറ്റ് ഈസ് 0.096 ഡിവൈഡഡ് ബൈ 0.384. 0.096 ഡിവൈഡഡ് ബൈ 0.384. 0.384 = 0.3 ഡിവൈഡഡ് ബൈ 0.6 x എന്ന് വരും. ദാറ്റ് ഈസ് 1/2 x എന്ന് വരും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1/4 അല്ലേ? ഇത് നോക്ക്, 1/4 ആണ്. ഇതിൻ്റെ 4 ടൈംസ് ആണ് ഇത്. സോ 1/4 = 1/2 x. Therefore x = 2 എന്ന് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. റൈറ്റ്, കറക്റ്റ്. അടുത്തത് y കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? y കണ്ടുപിടിക്കാൻ എനിക്ക് തോന്നുന്നു ഇക്വേഷൻ 1/3 ചെയ്താൽ കിട്ടും. ഇക്വേഷൻ 1/3 0.096 ഡിവൈഡഡ് ബൈ 0.192 = K × 0.3⁻x 0.3⁻y ഡിവൈഡഡ് ബൈ K × 0.3⁻x 0.6⁻y എന്ന് കിട്ടും. അപ്പോൾ അവിടെ എന്താ വരിക കാൽക്കുലേഷൻ? ഇത് ക്യാൻസലായി യു ഗെറ്റ് 0.3 / 0.6⁻y ദാറ്റ് ഈസ് 1/2 ആൻഡ് ഇവിടെ ഇതിൻ്റെ ഡബിളാണിത്. സോ 1/2 എന്ന് കിട്ടും. സോ 1/2 = 1/2 y = 1 എന്ന് കിട്ടും. ആൻഡ് ദെർബൈ വി ക്യാൻ അറൈവ് ഇൻ ടു ദി ആൻസർ. അല്ലേ മക്കളെ? ശരിയല്ലേ? അപ്പോൾ ഓവറോൾ ഓർഡർ എന്ത് വരൂടാ? ഓവറോൾ ഓർഡർ n = x + y = 2 + 1 3 എന്ന് വരും അല്ലേ? 3 എന്ന് ഓവറോൾ ഓർഡർ വരും. ഓക്സിജൻ്റെ ഓർഡർ എത്രയാണ്? ഓക്സിജൻ്റെ ഓർഡർ y 1 ആണ്. അപ്പോൾ 3ഉം 1ഉം ആണ് ആൻസർ. ഓപ്ഷൻ ഇ ആണ് ഉത്തരം. ശരിയല്ലേ? ഓപ്ഷൻ ഇ ആണ് ഉത്തരം. റൈറ്റ്. പക്ഷേ ഇത്രയും വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ ആൻസർ ഡിസൈഡ് ചെയ്യുക എന്നുള്ളത്
ഒരു പ്രൊഫഷണൽ കോമ്പറ്റേറ്റീവ് അറ്റംപ്റ്റ് അല്ല. ഇത്തരം ഒരു ചോദ്യത്തിൽ ഇങ്ങനെ ആൻസർ റിപ്പോർട്ട് ചെയ്യുക, ഇത്രയും ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും എന്തല്ല, ഒരു കോമ്പറ്റേറ്റീവ് പ്രൊഫഷണൽ അപ്രോച്ച് അല്ല. എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് സാമാന്യം ഒരു മാത്തമാറ്റിക്കൽ ലോജിക് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് പറയാടാ. നോക്ക്, R = K × NO raised to X O2 raised to Y. ഇങ്ങനെയല്ലേ? നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ എടുത്ത പോലെ ഡാറ്റ 1 ഡാറ്റ 2 നോക്കിയാൽ മതി. കാരണം അവിടെ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ മാറുന്നില്ല, ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ ഫിക്സഡ് ആണ്. പിന്നെ NOയുടെ കോൺസെൻട്രേഷൻ നമ്മൾ ഡബിൾ ആക്കുകയാണ്. NOയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കിയപ്പോൾ റേറ്റ് 4 times ആയി. നോക്ക്, ഇത് 4 മടങ്ങാണ്, ഇത് 2 times ആക്കിയപ്പോൾ ഇവിടെ 4 മടങ്ങായി. അങ്ങനെയാണെങ്കിൽ പവർ എന്ത് വരണം? നോക്ക്, ഇത് 2 times ആയപ്പോൾ ഇവിടെ 4 മടങ്ങായി. NOയുടെ കോൺസെൻട്രേഷൻ 0.3 നിന്ന് 0.6 ഡബിൾ ആക്കിയപ്പോൾ റേറ്റ് 4 ഇരട്ടിയായി. എന്ന് വെച്ചാൽ NOയുടെ പവർ എന്ത് വരണം? 2 times എന്ന് വരണം. 2 സ്ക്വയറിലെ 4 വരിക. അപ്പോൾ എക്സ് നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല എന്ന് പറയണം. റൈറ്റ്? ഇനി y കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? y കണ്ടുപിടിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 2 ഡാറ്റ എടുക്കുക. വേർ കോൺസെൻട്രേഷൻ ഓഫ് NO ഈസ് ഫിക്സഡ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ മെയ്ഡ് 2 times ആൻഡ് യു ക്യാൻ സി ദ റേറ്റ് ബിക്കംസ് 2 times. അപ്പോൾ ഓക്സിജൻ്റെ ക്വാണ്ടിറ്റി, അതായത് ഈ ക്വാണ്ടിറ്റി ഇത് ഡബിൾ ചെയ്തപ്പോൾ ഇത് ഡബിളായി. എന്ന് വെച്ചാൽ പവർ എന്ത് വരണം? 1 ആയിരിക്കണം. 2 raised to 1 ആണ് 2 എന്ന് വരിക. അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ NOയുടെ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ മാറ്റമില്ലാതെ NOയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തപ്പോൾ റേറ്റ് 4 മടങ്ങായി. അപ്പോൾ NOയുടെ പവർ 2 എന്നാണ് മനസ്സിലാക്കാം. NO കോൺസെൻട്രേഷൻ മാറ്റാതെ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കിയപ്പോൾ റേറ്റ് ഡബിളായി. അപ്പോൾ നമുക്ക് ഓക്സിജൻ്റെ പവർ 1 ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഓവറോൾ ഓർഡർ എന്ത് വരും? 2 + 1 3 എന്ന് വരും. ഓവറോൾ ഓർഡർ 3 വരുന്ന 3 ചോയ്സ് ഉണ്ട്. ഇനി ഓക്സിജൻ്റെ ഓർഡർ എത്രയാണ്? 1 ആണ്. അപ്പോൾ 3 and 1 വരുന്ന ഓപ്ഷൻ E ആണ് കറക്റ്റ് ആൻസർ എന്ന് മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. Which of the following is an example for pseudo first order kinetics? ഓർമ്മയുണ്ടല്ലോ അല്ലേ? Pseudo first order reaction. A reaction seems to be higher order kinetics but actually follows a lower order kinetics under the working conditions. Right? Option A, thermal decomposition of N2O5. Text വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, it is a first order reaction. It's a first order reaction. പക്ഷേ pseudo first order അല്ല, naturally first order reaction ആണ്. പിന്നെ decomposition of HI on gold surface, it is a zero order reaction. Decomposition of ammonia, that's a zero order reaction. Inversion of cane sugar, ഇതാണ് ആൻസർ. Inversion of cane sugar, right? സുക്രോസിൻ്റെ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രോളിസിസ്. സുക്രോസിൻ്റെ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രോളിസിസ്, ദാറ്റ് ഈസ് സുക്രോസ് plus X times H plus or H3O plus, you are getting glucose and fructose, right? And that is equal to, ഇത് large excess quantity എടുത്തിട്ടുണ്ടാവും. Therefore R is equal to K into sucrose plus H3O plus raised to X. ഇങ്ങനെയാണ് വരേണ്ടത്. പക്ഷേ this is out of the kinetics and R is equal to K into sucrose. ഇത്രയേ ഉള്ളൂ. And that is called pseudo first order kinetics. Whenever one of the reactant taken in large excess quantity, അതിന് കൈനറ്റിക്സിൽ റോൾ ഇല്ലാണ്ടായി മാറും. അപ്പോൾ അത്തരം റിയാക്ഷൻസിനെ ആ റിയാക്ഷൻസ് ലോവർ ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യും. അത്തരം റിയാക്ഷൻസിനെ നമ്മൾ സ്യൂഡോ കൈനറ്റിക്സ് എന്ന് വിളിക്കും, അല്ലേ? സ്യൂഡോ കൈനറ്റിക്സ്. ആൻഡ് ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. നമുക്ക് പഠിക്കാനുള്ളതാണ്, കൃത്യമായി ഓർത്തു വയ്ക്കേണ്ടതുമാണ്. What about hydrogenation of ethene? Hydrogenation of ethene is again first order kinetics. ഇപ്പോൾ ഇത് ഫസ്റ്റ് ഓർഡർ ആണ്, ഇത് സീറോ ഓർഡർ ആണ്, ഇത് സീറോ ഓർഡർ ആണ്, ഇത് ഫസ്റ്റ് ഓർഡർ ആണ്. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ വരുന്നത് ഇൻവേർഷൻ ഓഫ് സുക്രോസ് ആണ്, അല്ലേ? റൈറ്റ്. അടുത്ത ചോദ്യം.
Thermal decomposition of a compound X follows first order kinetics. The initial concentration of X is 2 mole per liter. It decreases to 0.125 mole per liter in 1 hour. What is the half-life period of the reaction? ഒരു ട്രാൻസിഷൻ തന്നിട്ടുണ്ട്, ഒരു കോൺസെൻട്രേഷൻ്റെ ചേഞ്ച് ടൈമും തന്നിട്ടുണ്ട്. ഹാഫ് ലൈഫ് എത്ര എന്നാണ് ചോദ്യം. ആൻഡ് ഈസ് ഗിവൺ വിത്ത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. മക്കൾ ഓർക്കുന്നുണ്ടാവണം, ഫോർ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ടി ഹാഫ് ഈസ് കോൺസ്റ്റൻറ്റ് അല്ലേ. ഫോർ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ടി ഹാഫ് ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നോക്കൂ എന്താ തന്നിരിക്കുന്നത്, 2 മോൾ കൺവേർട്ടഡ് ടു 0.125 മോൾ ഇൻ 1 അവർ എന്നാണ് തന്നിരിക്കുന്നത്. ഇൻ 1 അവർ എന്നാണ് തന്നിരിക്കുന്നത്. 1 അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 മിനിറ്റ്സ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ചോദ്യം ഹാഫ് ലൈഫ് എത്ര എന്നാണ്. നോക്കടാ, സിമ്പിൾ അല്ലേ നോക്ക്. 2 becomes 1, that is 1 half life, T half, it is T half. 2 becomes 2 mole becomes 1 mole, ഇതൊരു T half ആണ്. And 1 mole becomes 0.5 mole, അത് ഒരു T half ആണ് അല്ലേ. 0.5 become 0.25 mole, അത് ഒരു T half ആണ്. And 0.25 become 0.125, അതൊരു T half ആണ്. ആക്ച്വലി എത്ര T half വന്നു നോക്ക്. എത്ര T half വന്നു? എത്ര എണ്ണം വന്നു? 1, 2, 3, 4 T half ആണ് 1 അവർ. അപ്പോൾ 2 എന്നുള്ളത് 0.125 ആയിട്ട് മാറുന്നത് 1 അവറിൽ 60 മിനിറ്റിലാണ്. ഈ 60 മിനിറ്റിൽ 4 ഹാഫ് ലൈഫ് നടന്നിട്ടുണ്ട്. എന്താ 4 ഹാഫ് ലൈഫ്? 2-ൽ നിന്ന് 1-ലേക്ക് ഒരു ഹാഫ് ലൈഫ്, 1-ൽ നിന്ന് 0.5-ലേക്ക് ഒരു ഹാഫ് ലൈഫ്, 0.5-ൽ നിന്ന് 0.25-ലേക്ക് ഒരു ഹാഫ് ലൈഫ്, 0.25-ൽ നിന്ന് 0.125-ലേക്ക് ഒരു ഹാഫ് ലൈഫ്. അപ്പം 4 ഹാഫ് ലൈഫാണ് 60 മിനിറ്റ്. അപ്പോൾ ഹാഫ് ലൈഫ് എത്രയാ? ബൈ 4, 60/4, 15, 4, 60. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലേ. സിമ്പിൾ അല്ലേ? റൈറ്റ്. അടുത്തത്, സം എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസ് വിച്ച് ഒക്കർ അറ്റ് മെറ്റൽ സർഫസസ്. അങ്ങനെ ആയിരിക്കില്ല. സം എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ ആൻഡ് റിയാക്ഷൻസ് ഒക്കറിങ് അറ്റ് മെറ്റൽ സർഫസസ് എന്നായിരിക്കും കിട്ടും. റൈറ്റ്. അതൊക്കെ 0 ഓർഡർ റിയാക്ഷൻസ് ആയിരിക്കും. ആൻസർ ഈസ് ഓപ്ഷൻ എ. സം ഓഫ് ദി എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ ആൻഡ് റിയാക്ഷൻസ് ഒക്കറിങ് അറ്റ് മെറ്റൽ സർഫസസ്. തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞല്ലോ, ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ ഇൻ ദ പ്ലാറ്റിനം സർഫസ് അല്ലേ, ഡീകമ്പോസിഷൻ ഓഫ് HI ഇൻ ഗോൾഡ് സർഫസ്. ഇതൊക്കെ 0 ഓർഡർ കൈനറ്റിക്സിൽ വരുന്ന റിയാക്ഷൻസ് ആണ് കേട്ടോ. സോ മെനി എൻസൈമറ്റിക് റിയാക്ഷൻസ് ആൻഡ് മെനി റിയാക്ഷൻസ് ഇൻവോൾവിംഗ് ഓൺ ദ മെറ്റൽ സർഫസ്, കാറ്റലിറ്റിക് സർഫസ്, ഇറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ 0 ഓർഡർ റിയാക്ഷൻ അറ്റ് മോഡറേറ്റ് ഓർ ഹൈ പ്രഷേഴ്സ്. അപ്പോൾ പ്രഷർ വളരെ ലോ പ്രഷർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വ്യത്യാസം വരാം. എന്താണെങ്കിലും മോഡറേറ്റ് പ്രഷറിലാണല്ലോ റിയാക്ഷൻ നടക്കുക. മോഡറേറ്റ് ആൻഡ് ഹൈ പ്രഷറിൽ തീർച്ചയായിട്ടും അത് 0 ഓർഡർ കൈനറ്റിക്സ് ആയിട്ട് വർക്ക് ചെയ്യും. ബിക്കോസ് ദ കൈനറ്റിക്സ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സർഫസ് ഏരിയ ഓഫ് ദ കാറ്റലിസ്റ്റ് ബട്ട് നോട്ട് ഓൺ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ്. അതാണ് കാരണം കേട്ടോ. അപ്പോൾ 0 ഓർഡർ കൈനറ്റിക്സ് ആണ് അടുത്ത ചോദ്യം. അഗെയിൻ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ്. നമുക്കിത് നേരിട്ട് അങ്ങ് ചെയ്തു നോക്കാം. എന്താ വേണ്ടത്? ദ ടോട്ടൽ ഓർഡർ ആൻഡ് ഓർഡർ ഇൻ ബി. ഡിക്റ്റോ ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ ഓർഡർ ആൻഡ് ഓർഡർ ഇൻ ബി ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് കൈനറ്റിക്സ് എന്ത് വരും? R is equal to K into concentration A raised to X B raised to Y. ഇങ്ങനെയല്ലേ വരിക? നോക്കാം. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? എക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഡാറ്റ 1 and 2 എടുക്കാം. വേർ ബി ഈസ് ഫിക്സഡ് ആൻഡ് എ ഡബിൾഡ്. എ ഡബിൾ ചെയ്യുന്ന സമയത്ത് നോക്കൂ, എ ഡബിൾ ചെയ്യുന്ന സമയത്ത് റേറ്റ് എന്തായി? 4 ഇരട്ടിയായി. എ ഡബിൾ ചെയ്യുന്ന സമയത്ത് റേറ്റ് 4 times ആയി. അപ്പോൾ ഈ പവർ എന്ത് വരണം? 2 എന്ന് വരണം അല്ലേ. എക്സ് ഈക്വൽ ടു 2 എന്ന് വരണം. അപ്പോൾ 2 raised to 2 ആണ് 4 times ആവുക. അപ്പോൾ ആ ഡാറ്റ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് എയുടെ പവർ എത്രയാണെന്ന് മനസ്സിലാവുകയാണ്. ഓർഡർ ഓഫ് എ 2 എന്ന് മനസ്സിലാവും. ശരിയല്ലേ? ഇനി ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണോടാ? ബി കണ്ടുപിടിക്കാൻ നമുക്ക്
2ഉം 3യും നോക്കാം. 2ഉം 3യും നോക്കാം. ബി കണ്ടുപിടിക്കാം. ബിക്കോസ് എ ഫിക്സഡ് ആണ് ആൻഡ് ബി ഈസ് ഡബിൾഡ് ബട്ട് നോ ചേഞ്ച് ഇൻ ദ റേറ്റ്. റേറ്റിൽ ഒരു മാറ്റവും ഇല്ല. ബിയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തിട്ടും റേറ്റിൽ ഒരു മാറ്റവുമില്ല. എ മാറ്റാതെ ബിയുടെ കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തു, ബട്ട് നോ ചേഞ്ച് ഇൻ ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ദാറ്റ് മീൻസ് ദ പവർ ഓഫ് ബി ഈസ് 0. ദിസ് ഈസ് എ 0 ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് മനസ്സിലാക്കാം. Therefore, y equal to 0. So, what is the overall order of the reaction? Total order എത്രയാണ്? 2 plus 0, 2. 2 plus 2 is 0, 2. And B യുടെ order എത്രയാണ്? 0. So, it is 2 and 0. Option E is the correct answer. Option E is the correct answer. Right? അപ്പോൾ എയുടെ ക്വാണ്ടിറ്റി ഡബിൾ ചെയ്തപ്പോൾ റേറ്റ് 4 മടങ്ങായി. അപ്പോൾ എയുടെ പവർ 2. ബിയുടെ ക്വാണ്ടിറ്റി ഡബിൾ ചെയ്തപ്പോൾ നോ ചേഞ്ച്. ദാറ്റ് മീൻസ് പവർ 0. റൈറ്റ്? അപ്പോൾ ടോട്ടൽ 2, ബിയുടെ വാല്യൂ 0. അടുത്ത ചോദ്യം. റേഡിയോ ആക്റ്റീവ് ഡിക്കേ ഫോളോസ്. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. ഓൾ ന്യൂക്ലിയർ ഡിസിൻറ്റഗ്രേഷൻസ് ഫോൾ അണ്ടർ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. എല്ലാ ന്യൂക്ലിയർ റിയാക്ഷൻസും ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്നു, പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. ഹാഫ് ലൈഫ് പീരിയഡ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് 1000 സെക്കൻഡ്സ്. റേറ്റ് കോൺസ്റ്റന്റ് എത്ര? എന്താ ഫോർമുല? റേറ്റ് കോൺസ്റ്റന്റ് K ഈക്വൽ ടു 0.693/T12. ഓർമ്മയുണ്ടല്ലോ, ഇതാണ് ഫോർമുല. K ഈക്വൽ ടു 0.693/T12. എന്ത് കിട്ടും മക്കളെ? 0.693 divided by 1000 അല്ലേ? സോ 0.693 into 10 power minus 3, right? That is 6.93 into 10 power minus 4 അല്ലേ? 6.93 into 10 power minus 4. Option D is the correct answer. എഴുതിയത് തെറ്റിയിട്ടൊന്നുമില്ലല്ലോ. That is the correct answer. So, direct substitution from the very popular equation known to all, K equal to 0.693/T12. First order എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. The rate law for the reaction A plus B giving product തന്നിട്ടുണ്ട്. Total order എത്ര എന്നാണ്? Total order will be power here and power here. So, n equal to x plus y. x എത്രയാണ്? 1. y എത്രയാണ്? 3/2. So 1 plus 1.5, 2.5. This is 1.5. 1.5 plus 1, 2.5. Option B. 2.5. Option B. Right? Direct ആണ്. Okay. അടുത്തത്. Which of the following pair of aquated first transition metal ion have same color? Same color വരുന്നത് ആർക്ക് എന്നാണ് ചോദ്യം. Same color. Chromium 3+ violet ആണ്. Please refer table 8 of D and F block elements. ആ ഒരു കളറൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ടേബിൾ അത് നോക്കണം കേട്ടോ. ഓക്കെ, ക്രോമിയം 3+ വയലറ്റ് ആണ്, മാംഗനീസ് 3+ വയലറ്റ് ആണ്. അത് തന്നെയാണ് ഉത്തരം. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. രണ്ടുപേരും വയലറ്റ് ആണ്. ടൈറ്റാനിയം 3+ പർപ്പിൾ ആണ്, കോപ്പർ ബ്ലൂ ആണ് അല്ലേ? പിന്നെ Fe2+ ഗ്രീൻ ആണ്, കൊബോൾട്ട് പിങ്ക് ആണ്. പിന്നെ Fe2+ ഗ്രീൻ ആണ്, കോപ്പർ ബ്ലൂ ആണ്. Fe3+ യെല്ലോ ആണ്, Fe3+ യെല്ലോ ആണ്, കൊബോൾട്ട് പിങ്ക് ആണ്. ആ ടേബിൾ ഒന്ന് പഠിക്കണേ കേട്ടോ. ഓക്കെ, റൈറ്റ്. ദ കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് യുറേനിയം. ഇതൊരു എപ്പോഴും നമ്മൾ കണ്ടുവരുന്നൊരു ചോദ്യമാണ്. ലാന്തനോയിഡ്സ്, ആക്ടിനോയിഡ്സ്, അതുപോലെ നമ്മുടെ 3D സീരീസ്, 4D സീരീസ്, അതിലൊക്കെ എലമെൻസിൻ്റെ കോൺഫിഗറേഷൻ ഒരു നല്ല പരിചയം ഉണ്ടായിരിക്കണം കേട്ടോ. യുറേനിയം അല്ലെങ്കിൽ ഈ കോൺഫിഗറേഷൻ നമ്മൾ എഴുതാൻ നിൽക്കണം. എഴുതിയാൽ തന്നെ എക്സംഷൻസ് നോക്കി വെച്ചിട്ടുണ്ടെങ്കിലേ പറയാൻ സാധിക്കുള്ളൂ. യുറേനിയത്തിൻ്റെ കോൺഫിഗറേഷൻ 5F3 ആണ്. 5F3 വരുന്ന രണ്ട് സ്ഥലങ്ങളുണ്ട്. 6D1 7S2 ഓപ്ഷൻ എ is the correct answer.
5F3 6D1 7S2 എന്നാണ് യുറേനിയത്തിൻ്റെ കോൺഫിഗറേഷൻ. 5F3 വരുന്ന രണ്ടെണ്ണം ഉണ്ട്, പക്ഷേ 6D3 അല്ല, 6D1 7S2 എന്നാണ്. യു മസ്റ്റ് ബി ഫെമിലിയർ വിത്ത് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ്. ഒക്കെ ഒന്ന് ആ ടെക്സ്റ്റിൽ 2-3 ടേബിളുകളിലായിട്ട് കൊടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നോക്കണം. GD കോൺഫിഗറേഷൻ, ഗഡോലിനിയം എത്ര പ്രാവശ്യമാണ് ചോദിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഗഡോലിനിയം, റൈറ്റ്? ഇവിടെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് യുറേനിയമാണ്. ഓപ്ഷൻ എ. അടുത്തത് എഗെയിൻ നോക്കൂ, ടെക്നീഷ്യം വന്നപ്പോൾ 4D സീരീസിലേക്ക് വന്നു. ഐ മീൻ ട്രാൻസിഷൻ എലമെൻസിലേക്ക് വന്നു. 4D സീരീസ്, ടെക്നീഷ്യം 4D സീരീസിൽ വരുന്ന ഒരാളാണ്. ആൻഡ് ഇറ്റ് വിൽ ബി 4D. അതും എക്സംഷനുണ്ട്. ഈ കോൺഫിഗറേഷൻ വെച്ച് നമുക്ക് എഴുതി നോക്കാം. എന്നാലും ആ എക്സംഷൻ കൃത്യമായി നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ദി എക്സ്പെക്റ്റഡ് കോൺഫിഗറേഷൻ ഫോർ ടെക്നീഷ്യം 4D5 6S2 എന്നാണ്. പക്ഷേ ആക്ച്വൽ കോൺഫിഗറേഷൻ 4D6 ആണ് കേട്ടോ. 4D6 ഒന്നേ ഉള്ളൂ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ടെക്നീഷ്യം. 4D6 5S1 എന്നാണ് ഉത്തരം. 4D6 5S1 എന്നാണ് ടെക്നീഷ്യത്തിൻ്റെ കോൺഫിഗറേഷൻ. ടെക്നീഷ്യത്തിൻ്റെ പ്രാധാന്യം അറിയാമെന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്. ഒരുപക്ഷെ നമ്മൾ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 4D5 5S2 എന്നായിരിക്കും കിട്ടുന്നുണ്ടാവുക. ആ എക്സംഷൻ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായ ആൻസർ നോട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നർ ട്രാൻസിഷൻ എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നല്ല ഒരു പരിചയമുണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ. ഒരുപക്ഷെ ആ ചാപ്റ്ററിൽ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതുപോലെ മാഗ്നറ്റിക് മൊമെൻറ്റ് കിട്ടും. അടുത്ത ചോദ്യം, which lanthanide element has half-filled 4f orbital in +3 state? Half-filled 4f orbital in +3 state. GD configuration 4f7 5d1 6s2 എന്നാണ്. GD എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. എ നോബിൾ ഗ്യാസ് സിസ്റ്റം വിത്ത് 4f7 5d1 6s2 എന്നാണ്. നോക്കൂ, GD3+ എന്ത് വരും? GD+3 ആണല്ലോ ചോദ്യം. GD3+ എന്ത് വരും? ഈ 3 ഇലക്ട്രോൺസ് പോകും. യു ഗെറ്റ് 4f7 ഹാഫ് ഫിൽഡ് അല്ലേ? 4f7 1 2 3 4 5 6 7. ഇറ്റ് ഈസ് ഹാഫ് ഫിൽഡ് സിസ്റ്റം. ദി ആൻസർ ഈസ് ഗഡോലിനിയം, GD കേട്ടോ. GD ഓപ്ഷൻ ബി. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് നോക്കണം. വീണ്ടും പറയുന്നു, ട്രാൻസിഷൻ എലമെൻറ്റ്സ്, ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് 4f 5f ഇവരുടെയൊക്കെ കോൺഫിഗറേഷൻസ് നന്നായിട്ടൊന്ന് പരിചയപ്പെടണം. ഇടയ്ക്കൊന്ന് നോക്കണം. ഓക്കെ, റൈറ്റ്. കാരണം അവിടുന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. അടുത്തത് 3D block metal having positive standard reduction potential. 3D സീരീസിൽ എല്ലാവരുടെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ M2+M വാല്യൂ നെഗറ്റീവാണ്, എക്സെപ്റ്റ് ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും നെഗറ്റീവാണ്. ആരാ ഒരാൾ? കോപ്പറിന് മാത്രമേ പോസിറ്റീവ് വാല്യൂ ഉള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് +0.34 വോൾട്ട്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റയും കൂടിയാണ്. Cu2+Cu എത്രയുടെ വരും? +0.34 വോൾട്ടാണ്. ബാക്കി എല്ലാവർക്കും നെഗറ്റീവാണ്. ആൻഡ് ട്രാവലിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ 3D സീരീസ് ആ വാല്യൂ ഇങ്ങനെ ബിക്കമിങ് ഹൈ നെഗറ്റീവ് നിന്ന് ലെസ് നെഗറ്റീവിലേക്ക് ഇങ്ങനെ പോവും. കോപ്പർ മാത്രമാണ് പ്ലസ്. അത് കഴിഞ്ഞ് വരുന്ന സിങ്ക് മൈനസ് ആണ്, -0.76. ആ ഗ്രാഫൊക്കെ ഓർക്കുന്നുണ്ടാവണം എന്ന് വിചാരിക്കുന്നു. പഠിക്കണം, നോക്കുക കേട്ടോ. യെസ്, അടുത്തത്, which of the following statement is incorrect with regard to interstitial compounds? Incorrect ആണ് കേട്ടോ.
ഇൻട്രസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സിനെ കുറിച്ചാണ് ചോദ്യം. ഇൻട്രസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സിനെ കുറിച്ചാണ് ചോദ്യം. ദാറ്റ് ഈസ് ട്രാൻസിഷൻ മെറ്റൽ ഇൻട്രാക്ടിങ് വിത്ത് സ്മോൾ ആറ്റംസ് ലൈക്ക് ഹൈഡ്രജൻ, അങ്ങനെയുള്ള ഒരു ഇൻട്രസ്റ്റീഷ്യൽ കോമ്പൗണ്ട്സ് അല്ലേ. ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഇത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ആൻസർ അല്ല. ദേ ആർ വെരി ഹാർഡ്. ടെക്സ്റ്റ് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. ദേ ആർ വെരി ഹാർഡ്. സം മെറ്റൽ ബോറൈഡ്സ് ആർ ഹാർഡ് ലൈക്ക് അല്ലേ, എക്സ്ട്രീംലി ഹാർഡസ്റ്റ് സബ്സ്റ്റൻസിൽ പെടുന്ന ആൾക്കാരാണ്. ദേ ഹാവ് ഹൈ മെറ്റാലിക് കണ്ടക്ടിവിറ്റി, കറക്റ്റ് ആണ്. ദേ ആർ കെമിക്കലി ഇനർട്ട്, കറക്റ്റ് ആണ്. ആൻസർ ഇ ആയിരിക്കണം. ദേ ആർ സ്റ്റോഷ്യോമെട്രിക് കോമ്പൗണ്ട്സ് അല്ല. മെനി ഓഫ് ദീസ് ആർ നോൺ സ്റ്റോഷ്യോമെട്രിക് കോമ്പൗണ്ട്സ്. ഫോർ എക്സാമ്പിൾ ടൈറ്റാനിയം ഹൈഡ്രൈഡ് 1 അല്ലേ, അങ്ങനെ എന്തോ ഒരു ഫോർമുല ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. TiH1.7 ഇത്തരത്തിൽ ധാരാളം കോമ്പൗണ്ട്സ് ഇൻട്രസ്റ്റീഷ്യലിൽ കാണാൻ സാധിക്കും. ദേ മെയിൻറ്റെയിൻ നോൺ സ്റ്റോഷ്യോമെട്രിക് ക്യാരക്ടർ. ശരിയല്ലേ? റൈറ്റ്. ഓപ്ഷൻ ഇ ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. കിട്ടും. അടുത്തത്, the alloy containing about 95% lanthanoid, 5% iron, traces of sulfur, carbon, calcium, aluminum, which is used in producing magnesium based bullets. ഈ നമ്മുടെ ചാപ്റ്ററിൽ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അലോയാണ് മിഷ് മെറ്റൽ എന്ന് പറയുന്നത് അല്ലേ. മിഷ് മെറ്റൽ. മിഷ് മെറ്റലിനെ കുറിച്ചാണ് ചോദ്യം. ആൻസർ ഈസ് ഓപ്ഷൻ സി. ദിസ് ഈസ് മിഷ് മെറ്റൽ, റൈറ്റ്. യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫ്ലിൻ സ്റ്റോൺസ്, ലൈറ്റർ ഫ്ലിൻ സ്റ്റോൺസ്, ബുള്ളറ്റിൻ്റെ ഷെല്ലുകൾ ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വാർ ഫ്രണ്ടിൽ നല്ല യൂസേജുള്ള ഒരു അലോയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് ആ ചാപ്റ്ററിൽ. മിഷ് മെറ്റൽ എന്ന് പറയും. മിഷ് മെറ്റൽ കണ്ടെയ്ൻ 95% സീറിയം, ഒരു ലാന്തനോയിഡ്, ഒരു 5% അയൺ, അങ്ങനെ പോകുന്നു. ബെൽ മെറ്റൽ ഏതൊക്കെയുള്ളത്? ബെൽ മെറ്റലിൽ കോപ്പറും ടിന്നും ആണ് കേട്ടോ. ബെൽസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് കോപ്പറും ടിന്നും ആണ്. മോണൽ മെറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോണൽ മെറ്റൽ കോപ്പർ നിക്കലാണ്. കോപ്പർ നിക്കൽ വരുന്നതാണ് മോണൽ മെറ്റലിൽ വരുന്നത്. ബ്രോൺസ് എന്ന് പറയുന്നത് കോപ്പർ ടിൻ ആണ്. ജർമ്മൻ സിൽവർ നല്ല സിൽവറി കളറുള്ള ജർമ്മൻ സിൽവർ കോപ്പറും നിക്കലും സിങ്കുമാണ് കേട്ടോ. കോപ്പർ, സിങ്ക്, നിക്കൽ, അതാണ് ജർമ്മൻ സിൽവർ. ആക്ച്വലി ജർമ്മൻ സിൽവറിനെ കുറിച്ചൊരു ചോദ്യം, വാട്ട് ഇസ് എ പെർസെൻറ്റേജ് ഓഫ് സിൽവർ ഇൻ ജർമ്മൻ സിൽവർ എന്നൊരു ചോദ്യമുണ്ട്. ഒരു കുസൃതി ചോദ്യമാണ്. അതിൽ സിൽവർ ഇല്ല. കോപ്പറും നിക്കലും സിങ്കും ആണ് ജർമ്മൻ സിൽവറിലുള്ളത് കേട്ടോ. ഓക്കെ, മിഷ് മെറ്റൽ ഈസ് ദി ആൻസർ. അടുത്ത ചോദ്യം, ട്രാൻസിഷൻ എലമെന്റ്സ് ആക്ട് ആസ് കാറ്റലിസ്റ്റ് ബിക്കോസ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് അല്ലല്ലോ. അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഹൈ അല്ലല്ലോ. ഹൈ ഡെൻസിറ്റി അല്ലല്ലോ. ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇതാണ് കാരണം. കാറ്റലറ്റിക് ബിഹേവിയർ ഈസ് അട്രിബ്യൂട്ടഡ് ടു മൾട്ടിപ്പിൾ റീസൺസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ അതിൻ്റെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ട്രാൻസിഷൻ മെറ്റലിൻ്റെ കാറ്റലറ്റിക് ബിഹേവിയറിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ അതിൻ്റെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അതുപോലെ കാറ്റലറ്റിക് സർഫസ് ആക്ടിവിറ്റി, അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. സർഫസ് ആക്ടിവിറ്റി കേട്ടോ. അപ്പോൾ മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എടുക്കാനുള്ള കഴിവ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോസാണ്. വൈ ഇറ്റ് ഈസ് ഏബിൾ ടു ആക്ട് ആസ് എ വെരി ഗുഡ് കാറ്റലറ്റിക് സബ്സ്റ്റൻസസ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്തത്, ലാന്തനോയിഡ് Ln burn in oxygen to give. Ln burn in oxygen to give oxide like aluminum Ln2O3. ലാന്തനോയിഡ്സിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 അറിയാമല്ലോ. ലാന്തനോയിഡ്സിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. സോ യു ഗെറ്റ് Ln2O3. ഒരു ലാന്തനോയിഡ് പല റിയാക്ഷൻസ് തരുന്ന ഒരു ഡയഗ്രം ടെക്സ്റ്റിലുണ്ട്. ആ ഡയഗ്രം നോക്കി വെക്കണം. അവിടെ നിന്നാണ് ചോദ്യം. റൈറ്റ്, it is Ln2O3 like Al2O3. Al2O3 ആംഫോട്ടറിക് ആണ്, പക്ഷെ ഇവരൊക്കെ ബേസിക് ആണ് കേട്ടോ. റൈറ്റ്, അടുത്തത്, ലാന്തനോയിഡ് വെൻ ഹീറ്റഡ് വിത്ത് സെയിം അവിടുന്ന് തന്നെയാണ് ചോദ്യം. ലാന്തനോയിഡ് വെൻ ഹീറ്റഡ് വിത്ത് കാർബൺ അറ്റ് 2773 കെൽവിൻ പ്രോഡക്റ്റ് വിത്ത്, ഇത് ആ ഡയഗ്രത്തിലുള്ള അതേ സംഗതിയാണ്. ഇറ്റ് ഗീവ്സ് മൾട്ടിപ്പിൾ കൈൻഡ് ഓഫ് കാർബൈഡ്. But here the answer is option D. LnC2 ആണ് കിട്ടുക കേട്ടോ. പ്ലീസ് റെഫർ ദാറ്റ് ഡയഗ്രാം. LnC2 ആണ് കിട്ടുക. സിമിലർലി Ln2C3 കിട്ടും. LnC3 കിട്ടും.
ln അല്ലേ, അപ്പോൾ ln3c ഉണ്ട്, ln3c ഉണ്ട്, ln2c3 ഉണ്ട്, lnc2 ഉണ്ട്. ഈ പറഞ്ഞ റിയാക്ഷൻ ആ ഡയഗ്രത്തിലുണ്ട്. lnc2 ആണ് പ്രോഡക്റ്റ്. ആ ചിത്രം നോക്കിയിട്ടുള്ളവർ ആ മാപ്പ് മൈൻഡിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ സാധിക്കുന്നതാണ്. lnc2 ഫോം ചെയ്യുന്നു. അതിനെക്കുറിച്ചാണ് ചോദ്യം. ഓപ്ഷൻ ഡി കിട്ടും. ഓക്കെ, അടുത്തത് The reaction 2I-S2O3 അയോഡൈഡും പെർസൾഫേറ്റും പെർഡൈസൾഫേറ്റും തമ്മിലുള്ള റിയാക്ഷൻ ഗിവിംഗ് iodine plus sulfate. It is catalyzed by a classic example explained in the textbook. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് iron 3. ആൻഡ് ഞാൻ എഴുതാൻ പോകുന്ന ഈ റിയാക്ഷൻ എല്ലാവരും ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. Fe3+ interact with I-, you get I2+ Fe2+. And Fe2 plus plus S2O8 2-, you get SO4 2- plus Fe3+. ഇതാണ് റിയാക്ഷൻ. അപ്പോൾ Fe3+, Fe2+ ആയിട്ട് റെഡ്യൂസ്ഡ് ആവുന്നു, I- I2 ആയിട്ട് ഓക്സിഡൈസ്ഡ് ആവുന്നു. റൈറ്റ്. ഇനി ആ Fe2+, Fe3+ ആയിട്ട് വീണ്ടും ഓക്സിഡൈസ്ഡ് ആവുന്നു, പെർ ഡൈസൾഫേറ്റ് സൾഫേറ്റ് ആയിട്ട് മാറുന്നു. സോ Fe2+, Fe3+ ടു ഫെറിക് ടു ഫെറസ്, ഫെറസ് ടു ഫെറിക്. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ ആളെ തിരിച്ചു കിട്ടി. ആക്ച്വലി I- പെർ ഡൈസൾഫേറ്റും മിണ്ടുന്നേ ഇല്ല അല്ലേ, അവർ തമ്മിലല്ല ഇൻട്രാക്ഷൻ ഫെറിക്കുമായിട്ടാണ്. And this is the switching of ferrous to ferric, ferrous switching ആണ് ഇവിടെ ഒരു കാറ്റലിറ്റിക് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. It is a example explained in the textbook. Option is option C, iron 3+. Okay, അടുത്തത് ഇല്ല, കഴിഞ്ഞു. That was the last question in that collection. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് കൈനറ്റിക്സ് അതുപോലെ D&F ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്ന 2 ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് ഈ യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്തത്. അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ആ ചാപ്റ്റർ എങ്ങനെയാണ് ഒന്ന് നന്നായിട്ട് റിവൈസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഡിസ്കസ് ചെയ്ത ചോദ്യത്തിൻ്റെ ഏരിയ മാത്രം പഠിക്കുക എന്നതല്ല ഉദ്ദേശം. ആ ചാപ്റ്ററിൽ ഒരു കവറേജ് 2024 എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ് നമുക്ക് സഹായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള ടോപ്പിക്കുകളിൽ നിന്നൊക്കെ ചോദ്യം എങ്ങനെയൊക്കെ വരാം. നമുക്ക് സിലബസ് ബൗണ്ടായിട്ട് ആ ചാപ്റ്റർ റിവൈസ് ചെയ്യുക. അപ്പുറത്തുനിന്നൊരു ചോദ്യം വന്നാൽ എങ്ങനെയുണ്ടാവും, അതിൻ്റെ നിലവാരം എങ്ങനെയുണ്ടാവും, ആ ചോദ്യത്തിൻ്റെ നിലവാരം, ശൈലി, ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്കിത് യൂസ്ഫുള്ളായിരിക്കും. റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും നന്നായിട്ട് ആ 2 ചാപ്റ്റർ റിവൈസ് ചെയ്യുക, അതിഗംഭീരമായിട്ട് പഠിക്കുക, നല്ല ഭംഗിയായിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. നമ്മൾ അടുത്തൊരു കണ്ടൻറ്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, സീ യു.